ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ചതുരപ്പാണ്. അപ്പോൾ അതിനായിട്ട് പുഴുങ്ങലരി ഞാനിതാ 3 ഗ്ലാസ് അളവിൽ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മൂടി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കുറുവരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് അരിയാണെങ്കിലും കുഴപ്പമില്ല, റേഷൻ അരി ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല, പുഴുങ്ങലരി ആയാൽ മതി കേട്ടോ. ചോറ് വെക്കുന്ന അരി ആയാൽ മതി. രാവിലെ ഒരു 10:30 മണിക്കാണ് ഞാനിത് അരി കുതിർക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സമയം ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ട്, വൈകുന്നേരം കേട്ടോ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് കഴുകി ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ഇതാ കഴുകി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളം പാകത്തിന്, അരയാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മളിത് അരക്കണം. അപ്പോൾ ഇത് അരച്ച് വരുന്ന സമയത്ത് പുഴുങ്ങലരി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകി വരും കേട്ടോ. അപ്പോൾ ആ കുറുകി വരുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളിതാ ഇതേപോലെ തന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും അരച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് വെള്ളം പാകമാക്കിയിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ, ഉപ്പൊക്കെ ചേർത്തിട്ട്. അപ്പോൾ ഇതാ നമ്മൾ മുഴുവനും അരച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒന്നായിട്ട് ഒഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെള്ളമായാൽ നമുക്കിത് വെന്ത് കിട്ടില്ല. അതുപോലെ തീരെ വെള്ളമില്ലാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉൾഭാഗം ഒന്നും വേവുകയില്ല കേട്ടോ. അപ്പം അങ്ങനത്തെ ഒക്കെ പ്രശ്നം വരും. അപ്പോൾ പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇത് കണ്ട ഓട്ടടേൻ്റെ ഒക്കെ ഒരു മാവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടുപ്പിൽ ആണിത് ചെയ്തെടുക്കുന്നത്, കാരണം നമുക്ക് കുറച്ച് വലിയ പാത്രത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ പാത്രമൊക്കെ വെച്ചിട്ട് 2-3 തവിയൊക്കെ ഒഴിക്കുന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ ഗ്യാസിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. 2-3 തവണയായിട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാനിത് വലിയ കിണ്ണത്തിൽ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ അടുപ്പിലാണ് ചെയ്യുന്നത്. അപ്പോൾ എണ്ണ തടവിയതിന് ശേഷം നമ്മൾ ഈ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഞാനൊരു 1.5 മണിക്കൂറോളം ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കിയുള്ള മാവ് ഞാൻ ഒരു കേക്ക് ടിന്നിലും കൂടെ ഒഴിച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കമഴ്ത്തിയെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്കിത് കിട്ടും കേട്ടോ. ഇപ്പോൾ കണ്ടോ, നമ്മൾ എണ്ണയൊക്കെ നന്നായിട്ട് തടവിയിരുന്നല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. ഇനി ഇത് നമുക്ക് പീസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന മാവ് ഇതേപോലെ കേക്ക് ടിന്നിലായിരുന്നു ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ നമുക്ക് ഇതങ്ങ് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുന്ന ഷേപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചതുരത്തിലാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പീൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരക്കുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാകും. നമുക്ക് വീട്ടിൽ രാവിലെയൊക്കെ എവിടെയെങ്കിലും പോകാനൊക്കെ ഉള്ള ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ തലേ ദിവസം നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം ഇത് നമുക്ക് വറവ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. നമ്മൾ കുഞ്ഞിപ്പത്തിരിയൊക്കെ തലേ ദിവസം ഞാനൊക്കെ തയ്യാറാക്കലുണ്ട് കേട്ടോ. എവിടെയെങ്കിലും തിരക്കിട്ടൊക്കെ രാവിലെ പോകേണ്ട സമയത്തൊക്കെ രാവിലത്തെ ഫുഡ് തലേ ദിവസം പൊടിയൊക്കെ വാട്ടി കുഞ്ഞിപ്പത്തിരിയൊക്കെ ഉണ്ടാക്കി രാവിലെ അത് വറവ് ഇട്ടിട്ട് അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് രാവിലത്തെ പരിപാടിയൊക്കെ തീർക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. വീട്ടമ്മമാർക്കൊക്കെ ഒരുപാട് ഉപകാരപ്പെടുന്ന റെസിപ്പിയാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളിത് ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടും ഇതേപോലെ ചതുരത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കറി ഒഴിച്ച് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ വറവ് ചെയ്തിട്ട് തന്നെയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അതിലേക്ക് കറിവേപ്പില, പിന്നെ എരിവിനനുസരിച്ച് പച്ചമുളകോ കാന്താരിമുളകോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളി കുറച്ച് ചേർത്തിട്ടുണ്ട്, ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ച് വെള്ളമാക്കണ്ട. എന്തായാലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്സീൻ്റെ ജാർ എന്തായാലും കുറച്ച് വെള്ളം ഒഴിക്കുമല്ലോ, അപ്പോൾ ആ വെള്ളം മതിയാകും. പിന്നെ എണ്ണ ഒഴിക്കുക, കടുക് ഇടുക, അത് പൊട്ടി വരുമ്പോൾ കറിവേപ്പില ഇടുക. എന്നിട്ട് നമ്മൾ ഈ ഒരു അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം നമുക്കിതേപോലെ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി ആ ഒരു അരപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ അങ്ങ് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ രാവിലെ നമുക്ക് തിരക്കിട്ടൊക്കെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലൊക്കെ നമുക്കിതുപോലുള്ള റെസിപ്പിയൊക്കെ തയ്യാറാക്കുക. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. കറീൻ്റെ ആവശ്യമില്ല, ഒരുപാട് സമയം ലാഭമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ
അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് വരാം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.